നമസ്കാരം. അപ്പം ഇന്ന് ഒരു വീഡിയോ ചെയ്യുന്നത് ദൈവത്തെ കണ്ടിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിനെ കുറിച്ചുള്ള എൻ്റെ എക്സ്പീരിയൻസും അതിൻ്റെ ഒരു റിയാലിറ്റിയും. അപ്പോൾ ദൈവം എന്നുള്ളത് നമ്മളുടെ ജീവൻ നിലനിൽക്കുന്നതിൻ്റെ യാഥാർത്ഥ്യം എന്ന് തന്നെ പറയാം. നമ്മളിപ്പോൾ പോസിറ്റീവായിട്ട് നടക്കുന്നത്, എല്ലാവിധ സംരക്ഷണത്തോടെ നടക്കുന്നത്, അതേപോലെ ഫാമിലിയിൽ എല്ലാവരും പ്രൊട്ടക്റ്റഡായിട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് വന്ന എല്ലാവിധ നല്ലതും ആലോചിച്ച് നോക്കിയാൽ മാത്രം മതി. നമ്മളുള്ളതിൽ നമുക്കിപ്പോൾ എത്ര ഉണ്ടോ അത് ദൈവത്തിൽ നിന്നാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ അത് മാത്രം ആലോചിച്ചാൽ മതി. ബാക്കി പിന്നെ നമ്മളും കൂടി ഇമ്പ്രൂവ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അത് വേറെ പറയാം. അപ്പോൾ ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ എന്നുള്ളൊരു ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അതിനുള്ള ശക്തിയിലോട്ട് നമ്മൾ മെഡിറ്റേഷനൊക്കെ ചെയ്ത് അത്രയും കോൺസെൻട്രേറ്റഡ് ആയിട്ട് അതിൻ്റെ ഉള്ള പവർ നമ്മൾ അതിനുവേണ്ടി കുറച്ച് ടൈം എടുത്ത് തന്നെ അതിനു വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സ്വപ്നത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ സ്വപ്നത്തിൽ കാണാനുള്ള ശക്തി ഇപ്പം നമ്മളുടെ ഇതിലുള്ളൂ. അപ്പോൾ എനിക്കിതിനെപ്പറ്റി പല ഒരു രീതികളായിരുന്നു എല്ലാവരും പോലെ തന്നെ. ഇപ്പോൾ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. പിന്നെ ദൈവം പാതി ചെകുത്താൻ പാതി. പിന്നെ അപ്പം അങ്ങനെയുള്ള ഇപ്പം എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ദൈവത്തിനായിരുന്നു വിശ്വാസം ഫുള്ള്. അപ്പം അതുകൊണ്ടാണ് എല്ലാവിധ രക്ഷയും കിട്ടിയേക്കുന്നത്. അപ്പോൾ എന്താ പറയാ, എൻ്റെ ഒരു അറിവ് ദൈവം മാത്രമേ ഉള്ളൂ എന്നാണ്. അതാണ് റിയാലിറ്റി എന്ന് എനിക്ക് മനസ്സിലായി. നമ്മുടെ മെഡിറ്റേഷൻ ചെയ്ത് നമ്മുടെ നെറ്റിയുടെ സെൻറ്ററിൽ ആത്മചൈതന്യം വന്നേ പിന്നെ എനിക്കത് ബോധ്യമായി പൂർണ്ണമായിട്ടും. അപ്പോൾ പിന്നെ ദൈവത്തിനെ കണ്ടിട്ടുള്ളത് സ്വപ്നത്തിലാണ് എല്ലാം കണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഹിന്ദുസത്തിൽ കണ്ടിട്ടുള്ള ഹിന്ദുക്കളുടേതായിട്ടുള്ള ദൈവങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ പല ഫോട്ടോകളിലും പല അമ്പലങ്ങളിൽ കണ്ടിട്ടുണ്ട്. അപ്പം അതേപോലെ തന്നെ എൻ്റെ ആ സ്വപ്നത്തിൽ വന്നിട്ടുണ്ട്. നരസിംഹ ഭഗവാൻ വന്നിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, അത് നമ്മളുടെ അടുത്ത് ആദ്യം തന്നെ നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. പിന്നെ നമ്മൾ അത്രയും വണങ്ങി നിൽക്കുമ്പോൾ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കും. അപ്പം അങ്ങനത്തെ രൂപത്തിലാണ് എനിക്ക് സ്വപ്നത്തിൽ വന്നേക്കുന്നത്. ഇപ്പോൾ പോത്തിൻ്റെ രൂപം, സർപ്പം വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നരസിംഹ ഭഗവാൻ. അപ്പോൾ അതേപോലെ ഞാൻ നേരിട്ട് കണ്ടിരുന്ന ദൈവങ്ങൾ ഇതാണ്, സ്വപ്നത്തിലാണ്. അപ്പോൾ ദൈവത്തെ നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്നുള്ളൊരു എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഇപ്പം ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ദൈവങ്ങളൊക്കെ ആയിട്ട് കുറച്ചും കൂടി കൂടുതലെടുക്കും. അപ്പോൾ അപ്പോഴാണ് നമുക്ക് കൂടുതൽ ഇതിനെപ്പറ്റി അറിവുകൾ കിട്ടിത്തുടങ്ങും. ദൈവങ്ങൾ തന്നെ നമുക്ക് തന്നുകൊണ്ടിരിക്കും, നമ്മുടെ അടുത്തുണ്ടാവും, കൂടെ തന്നെ ഉണ്ടാവും. നമ്മൾ ഇപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ വിചാരിക്കുന്ന ദൈവങ്ങൾ. അപ്പോൾ ബാക്കിയെല്ലാം നമുക്ക് അതിൽ നിന്ന് അറിവുകൾ കിട്ടിക്കൊണ്ടിരിക്കും, ദൈവങ്ങളെ പറ്റിയുള്ളതും മാലാഖമാരെ പറ്റിയുള്ളതും. അപ്പോൾ മെഡിറ്റേഷനും ബ്രീത്തിങ്ങും നമ്മുടെ ബോഡി നല്ല രീതിയിൽ നോക്കുക, സ്ട്രെച്ചിങ് ചെയ്യുക. അപ്പോൾ അതാണ് ഇപ്പം ഇതിൻ്റെ വീഡിയോ നീട്ടിക്കൊണ്ടുപോകണല്ലോ. അപ്പം എല്ലാം ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്നു, മെഡിറ്റേഷൻ ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്നു, ബ്രീത്തിങ് അതിൻ്റെ കൂടെ ചെയ്യുന്നു, അതേപോലെ തന്നെ സ്ട്രെച്ചിങ്ങും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മളെപ്പോഴും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം അതിലാണ് നമ്മൾക്ക് ഇനി കിട്ടാൻ പോണ ചാൻസുകൾ. കാരണം അതിനുവേണ്ടി അവസരങ്ങൾ ഒരുങ്ങുള്ളൂ.
അതല്ലെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ ആയാലും ഏതൊരു തരത്തിലുള്ള വീഡിയോ കണ്ടാലും നമുക്കത് പ്രയോജനപ്പെടാതെ പോകുന്നത് ഇത് ചെയ്യാത്തതുകൊണ്ടാണ്. നമ്മളത് ഈ പ്രസന്റ് കണ്ടീഷനിൽ ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് എന്ത് കാര്യമായിക്കോട്ടെ, നമുക്ക് ആവശ്യമുള്ളത് എന്താണോ അതിപ്പോൾ നമ്മളിലുണ്ട്, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മളുടെ ഇപ്പം ഇങ്ങനെ വീഡിയോ കാണുന്നത് ഉൾപ്പെടെ നമ്മളുടെ ചിന്തയിൽ വരുമ്പോഴത്തേക്കും ഇത് ക്രിയേറ്റ് ചെയ്യണം. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണെന്നുള്ള രീതിയിലേക്ക് നമ്മൾ അതിന് ക്രിയേഷൻ പവർ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തിടണം. എന്നാലേ നമുക്കതിനുള്ള അവസരം എഫേർട്ട്ലെസ് ആയിട്ട് നമ്മൾ ബുദ്ധിമുട്ടില്ലാതെ നമുക്കത് സാഹചര്യങ്ങൾ ഇണങ്ങും, അത് നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും, അവസാനം നമുക്ക് കിട്ടും. എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക, എപ്പോഴും ദൈവത്തിനെ സാഷ്ടാംഗം വണങ്ങി റെസ്പെക്റ്റ് ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവരെ റെസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെയും അതേ റെസ്പെക്റ്റും അത്രയും സ്നേഹത്തോടും, അല്ലാതെ തന്നെ സ്നേഹവും റെസ്പെക്റ്റുമാണ് നമ്മളോട്. നമ്മൾ കൂടുതൽ റെസ്പെക്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ എൻ്റെ നേരിട്ട് കണ്ടിട്ടുള്ള ഇതാണ്, എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ ഷെയർ ചെയ്തത്. അപ്പോൾ ഇതെല്ലാം ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുക. ക്രിയേറ്റ് ചെയ്യുക, ക്രിയേഷൻ പവർ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ബ്രീത്തിങ്ങും ചെയ്തുകൊണ്ടിരിക്കുന്നു, അതേപോലെ തന്നെ സ്ട്രെച്ചിങ്ങും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്.